സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പപ്പായ പുഡിംഗ് ഉണ്ടാക്കാം. അതിന് ഒരു പഴുത്ത പപ്പായ എടുത്ത് തോലും കുരുവും കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതായി മുറിച്ചെടുത്ത പപ്പായ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അത് അരക്കപ്പ് പഞ്ചസാരയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാതെ ഉണ്ടാക്കിയാൽ ഒരു കയ്പുണ്ടാവും. പപ്പായ എത്രത്തോളം വേവിക്കുന്നുവോ അതിനനുസരിച്ച് കയ്പ് കുറഞ്ഞു വരും. പപ്പായ ഹെൽത്തിയായ ഒരു ഫ്രൂട്ടാണ്. പപ്പായ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ്. പപ്പായയിലെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഇളക്കിയെടുക്കാം. പപ്പായ കൊണ്ട് ഹലുവയുണ്ടാക്കി ഞാൻ ഇതിനിടെ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. ഹലുവ എത്ര കഴിച്ചാലും മതിവരാത്ത സ്വാദുണ്ടായിരുന്നു. ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1/4 ടിൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. പപ്പായ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കയ്പ് വരുന്നത്. തണുപ്പിക്കാതെ കഴിക്കുകയാണെങ്കിൽ പപ്പായ മിക്സിയിൽ അടിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കുടിക്കാൻ ഒരു നല്ല സ്വാദ് തന്നെയാണ്. തണുക്കുമ്പോഴാണ് കയ്പ് വരുന്നത്. ആ കയ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വേവിക്കുന്നത്. ഇത് ഒരു 6 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് നല്ലൊരു പുഡിംഗാണ്. പക്ഷേ വേവിക്കാതെ ഉണ്ടാക്കരുത്, കയ്പുണ്ടാവും. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. പപ്പായ പുഡിംഗ് റെഡിയായി. നിങ്ങൾ ഇത് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.